ജനാർദ്ദനം കുഴിപ്പള്ളത്ത് പോയിട്ട് വിളിച്ചായിരുന്നോ? വിളിച്ചൊന്നുമില്ല. എപ്പോ വരുമെന്നും പറഞ്ഞില്ല. ഓ അതും പറഞ്ഞിട്ടില്ല. എന്താണെന്നറിയാം, എൻ്റെ പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പണിക്കാരുണ്ടല്ലോ, അവരോട് ഇങ്ങനെ ഒന്നും രണ്ടും അഭിപ്രായം പറഞ്ഞ് ലാസ്റ്റ് ചിലപ്പോൾ വഴക്കാവും. ഓ വഴക്കൊന്നും ഇടത്തില്ല. ജനാർദ്ദനെ നല്ല ലോകപരിചയവും ലോകവിവരവും ഒക്കെ ഉള്ള ആളാ. ஆமா, குழிப்பழத்து அப்பாக்கு ரொம்ப மூளைதான். അതെ അതെ അതെ, അത് ശരിക്കും എന്താ സംഭവം എന്നറിയാമോ? ചേട്ടനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോ കാര്യങ്ങൾ കേൾക്കും. എന്നിട്ട് അതെല്ലാം വന്നിട്ട് സ്റ്റോർ ചെയ്ത് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മുടെ അടുത്ത് ഇറക്കും. ഈ മുറിവൈദ്യൻ എന്നൊക്കെ പറയുന്ന പോലെ. അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാത്തിനെ പറ്റി വലിയ ഞാനൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല. പിന്നെ ഇലക്ട്രിസിറ്റിയെ പറ്റിയിട്ട് അത് നന്നായിട്ട് അറിയാം. അതിനെപ്പറ്റി എന്ത് ചോദിച്ചാലും നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരും. അമ്മേ, കുഴപ്പമുള്ളതച്ഛൻ എന്തേ? കുഴപ്പമുള്ളതച്ഛൻ കുഴപ്പമുള്ളത്തേക്ക് പോയി. ആണോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. அச்சோ பாரு, நீ விளையாட போயிருந்த பாரு, அதனால உங்ககிட்ட சொல்லாம போயிட்டாரு. ഞാൻ അറിഞ്ഞായിരുന്നെങ്കിൽ ഞാനും കൂടെ പോയേനെ. ഇപ്പൊ എല്ലാവർക്കും കുഴപ്പമുള്ളതച്ഛനെ മതി. കുഴപ്പമുള്ളത്തമ്മ ആർക്കും വേണ്ട. അതെന്തൊരു വർത്താനം അമ്മേ? എനിക്ക് കുഴപ്പമുള്ളത് അമ്മയും വേണം. പക്ഷെ കുഴപ്പമുള്ളത് അച്ഛൻ ഭയങ്കര കോമഡിയാ. അച്ഛനെ എന്ത് പറഞ്ഞാലും നമുക്ക് ചിരിക്കാൻ തോന്നും, അല്ലേ അമ്മേ? അത് ശരിയാ മക്കളെ, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഉരുളയ്ക്ക് ഉപ്പേരി പോലല്ലേ മറുപടി പറയുന്നത്. എങ്ങനെ പറ്റുന്നു സീത ഇങ്ങനെ മറുപടി പറയാൻ? അതെന്തോ മിമിക്രി ഒക്കെ പണ്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മിമിക്രി ഒക്കെ അറിയാവോ? എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ട് ബെസ്റ്റ് ആക്ടറിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന്. ബെസ്റ്റ് ആക്ടറിന്റെ അവാർഡോ? ഓ, നമ്മളോടൊന്നും ഇത് പറഞ്ഞിട്ടില്ല. അപ്പൊ കുഴപ്പമുള്ളതച്ഛനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുഴപ്പമുള്ളതച്ഛനെ. നിന്നെ പോലെ തന്നെയാ ലച്ചുവിനും കുഴപ്പമുള്ളതച്ഛനെയാ ഭയങ്കര ഇഷ്ടം. അമ്മേ, ഞാൻ അവിടെ കുരുത്തക്കേടിനൊന്നും കൂട്ടി നിൽക്കാറില്ല. അതുകൊണ്ട് അവക്ക് എന്നെ വലിയ കാര്യമില്ല. അച്ഛനെ എല്ലാത്തിനും കൂടെ നിൽക്കും. അതുകൊണ്ട് അച്ഛനെ ഭയങ്കര ജീവനാ. இங்க லெச்சுக்கும் அப்படிதான். அம்மாவும் லெச்சுவும் எப்பவுமே சண்டை போடுவாங்க. ஆனா லெச்சுக்கு அம்மானாலும் ரொம்ப உசுறு, அம்மாக்கு லெச்சுனாலும் உசுறு. இல்லம்மா? എന്നോടും അങ്ങനെ തന്നെയാ. ലച്ചുവിനെ ഭയങ്കര ഇഷ്ടമാ. എനിക്കോ ലച്ചുവിനെയാണെ ജീവനാ. ஐயோ, இங்க அம்மாக்கும் அப்படிதான். லெச்சுனா ரொம்ப 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 உசுறு. അമ്മയടുത്തുള്ള ഇഷ്ടം പോലെ അല്ലത്. ഇവര് തമ്മിൽ എപ്പോഴും ഭയങ്കര അടിയാ. പക്ഷെ 5 മിനിറ്റ് കഴിയുമ്പോ നോക്കിക്കഴിഞ്ഞാൽ ഇവര് തമ്മിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നതാണ്. പിന്നെ വഴക്കുണ്ടാകുന്നവർ തമ്മിലല്ലേ ഭയങ്കര ഇഷ്ടം. ഒന്ന് പോടി അവിടെ. പിന്നെ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടില് തൊട്ടപ്പുറം മനോജ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. മനോജും ചേട്ടനും തമ്മിൽ എപ്പോഴും വഴക്കായി, വഴി പ്രശ്നം പറഞ്ഞിട്ടേ. എന്ന് വെച്ച് മനോജും ചേട്ടനും തമ്മിൽ ഭയങ്കര സ്നേഹമാണെന്നാണോ അതിന്റെ അർത്ഥം? അങ്ങനൊന്നുമില്ല. ഇതങ്ങനല്ല അമ്മേ, ഞാൻ പറഞ്ഞില്ലേ. എന്താണ് എല്ലാരും സംസാരം മാത്രമേ ഉള്ളൂ അല്ലേ? പണിയൊന്നും നടക്കുന്നില്ല. ഇൻസ്പെക്ഷൻ ആള് വന്നു. അത് പിന്നെ നിങ്ങൾക്കൊക്കെ പ്രായമായില്ലേ, അപ്പൊ യങ് ബ്ലഡ് വേണം വന്ന് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ. പ്രായമായിന്നേ ഉള്ളൂ, ഞങ്ങൾക്കൊക്കെ നല്ല ബോധമുണ്ട്. லெச்சு, எனக்கு அவ்வளோக்கா പ്രായം എല്ലാം ആകല. പിന്നെ ആന്റി എനിക്ക് പ്രായമായ. ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ എല്ലാരും മനസ്സുകൊണ്ട് ഒരേ പ്രായക്കാരാ. മക്കളെ, ഞാനൊരു കാര്യം മറന്നുപോയി. മക്കൾക്ക് ജ്യൂസ്. ജ്യൂസോ? കുടിക്കണേ. പിന്നെ ഞാൻ ജ്യൂസും കൊണ്ട് വന്നപ്പം നീ ഫോൺ എടുത്തോണ്ട് അപ്പുറത്തോട്ട് പോയി. അതാ തരാൻ പറ്റാ. ഞാൻ സിദ്ധുവിനെ വിളിക്കാൻ പോയതാ. അങ്ങനെയുണ്ട്, കൊള്ളാവോ? സീതാമ്മേ, ഞാൻ പറഞ്ഞില്ലേ ഇവര് തമ്മിൽ എപ്പോഴും വഴക്ക, അതുപോലെ തന്നെ സ്നേഹമുണ്ട്. അത് പിന്നെ അങ്ങനെയല്ലേ, എനിക്ക് വഴക്കൂടാനും സ്നേഹിക്കാനൊക്കെ എന്റെ അമ്മൂമ്മയല്ലേ ഉള്ളൂ, അല്ല അമ്മൂമ്മ? പിന്നല്ലാതെ വേറെ ആരാ? പിന്നല്ല. ജ്യൂസ് കുറച്ച് വേണോ? എന്റെ മക്കള് കുടിച്ചോ? കുറച്ച് കുടിക്കേ, ഒരു സിമ്പെടുത്തോ. ഞാൻ അപ്പുറത്തുണ്ടാവേ. ശരി.